ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ടു ആർക്കെ ഫുഡ് ഫാമിലി. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് കുരുമുളകിട്ട് വരട്ടിയിട്ടുള്ള ബീഫിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. അതിന് മുന്നായിട്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്കാക്കി ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള കുരുമുളകിട്ട് വരട്ടിയിട്ടുള്ള ബീഫ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പം 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്തിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ 2 വലിയ സവാളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ഇതിലേക്ക് 15 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളക്ക് പകരം മുഴുവനും ചെറിയുള്ളി വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം. അപ്പോൾ ഇത് നടുക്കൊന്ന് കട്ടാക്കി ഇട്ട് കൊടുത്തതാണ് ചെറിയുള്ളി. ഇതോടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലതായിട്ട് വഴണ്ട് കിട്ടണം. നല്ല ഗോൾഡ് കളർ ആവണ വരെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് 6 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം. പിന്നെ ഇതിൽ കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് ചേർക്കുന്നത്, മുളക് പൊടി ചേർക്കുന്നേ ഇല്ല. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഞാനൊരു ചെറിയൊരു കുടം വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണമൊക്കെ നല്ലതായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനൊരു കുഞ്ഞ് തക്കാളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളീൻ്റെ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുഞ്ഞ് തക്കാളി ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരുപാട് തക്കാളി ആവശ്യമില്ല. വളരെ ചെറുത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. വലുതാണെങ്കിൽ ഒന്നിൻ്റെ പകുതി. തക്കാളിൻ്റെ പുളിരസം മുന്നോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഈ കുരുമുളക് ഇട്ട ബീഫിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ തക്കാളിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിത് അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് ഉടയുന്ന വരെ ഒന്ന് കുക്കാക്കിയെടുക്കാം. ഇപ്പോൾ അത് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടങ്ങിയിട്ടുണ്ട്. ഇനി ഉടങ്ങിയിട്ടില്ലെങ്കിൽ ആ തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്താൽ നന്നായിട്ട് ഉടങ്ങിയോളും. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഞാൻ ചേർക്കുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ മല്ലിപ്പൊടി ഞാൻ വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിലിടുമ്പോൾ നമ്മൾ എന്തായാലും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ റോ സ്മെല്ല് പോയിക്കോളും, റോ ടേസ്റ്റ് പോയിക്കോളും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പാനിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി, ലോ ഫ്ലെയിമിൽ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ്. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ മീറ്റ് മസാല ആണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ബീഫാണ്. 1/2 കിലോ ബീഫ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇനി ബീഫ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എല്ലോടും നെയ്യോടും കൂടിയിട്ടുള്ള ബീഫ് എടുക്കാനായിട്ട് നോക്കുക. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിപ്പോൾ ഏത് കറി വെക്കുകയാണെങ്കിലും എല്ലോടും നെയ്യോടും കൂടിയെടുക്കുന്ന ബീഫിനായിരിക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഞാനിനി ഇതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. 1/2 ഗ്ലാസ് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുക്കർ അടച്ചു വെച്ചിട്ട് ബീഫ് വേവിച്ചെടുക്കുക. ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള ബീഫിൻ്റെ വേവ് അനുസരിച്ച് ബാക്കി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ലോ ഫ്ലെയിമിൽ കിടന്ന് ബീഫ് വേവുമ്പോൾ നല്ല ടേസ്റ്റാണ്.
ഇപ്പോൾ ഇതാ കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കറീൻ്റെ കളറൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മിക്സ് ആക്കാം. ബീഫൊക്കെ വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നല്ലതായിട്ട് ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ഇനി കറി ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ആക്കാം. ഈ കുക്കറിൽ തന്നെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്തെടുക്കാം. ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ട് തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ ആക്കിയതിന് ശേഷം ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വരട്ടിയെടുക്കുക. കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണിന് താഴെയായിട്ട് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. നമുക്ക് ഗ്രേവി എത്രത്തോളം തിക്ക് വേണോ അതിനനുസരിച്ച് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. കൂടെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആകുമ്പോൾ വരട്ടിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല കളറും കിട്ടും. നന്നായിട്ട് വരട്ടിയെടുക്കുക. ഞാനിപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല, കാരണം ഇതെനിക്ക് പൊറോട്ടൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചൂടാറുന്നതിനനുസരിച്ച് നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. ഞാൻ കുറച്ച് പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഇപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള കുരുമുളക് ഇട്ട് വരട്ടിയിട്ടുള്ള ബീഫ് സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. പൊറോട്ടൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും മാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്കാക്കി ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം. താങ്ക്